ആസിഫിനോട് ഞാൻ സിനിമയുടെ പേര് പറഞ്ഞ് പേര് കൊള്ളാം, ഒരു നടനോട് നമ്മൾ കഥ പറയുന്ന സ്ഥലത്ത് കൊള്ളാം എന്ന് പറയുന്ന ആ നിമിഷം തൊട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിന് ഡെവലപ്പ് ചെയ്യാൻ നോക്കും. അതിന് സ്ക്രിപ്റ്റിലേക്ക് ഡെവലപ്പ് ചെയ്തു കൊള്ളാമെന്ന് പറഞ്ഞിട്ടാണ് ഡെവലപ്പ് ചെയ്യുന്നത്. സിനിമയുടെ പേര് അബ്ദുവിൻ്റെ വാക്ക് രമേശിൻ്റെ പോക്കും. ഇതിനകത്ത് രമേശനായിട്ടുള്ള ക്യാരക്ടറാണ് ആസിഫിൽ ചെയ്യുന്നത്. ഞാൻ അത് ഡെവലപ്പ് ചെയ്ത് ഞാൻ അതിനുശേഷം അപ്പോൾ ആസിഫ് പറഞ്ഞു എന്നെ കണക്ട് ചെയ്യുന്നില്ലെങ്കിൽ ആസിഫിനെ വിളിച്ചാൽ മതി. അപ്പോൾ അന്നേരം ആസിഫിൻ്റെ കൂടെയുള്ള മാനേജർ ആതിഫായിരുന്നു. അപ്പോൾ ആതിഫിനെ വിളിക്കുന്നു. അപ്പോൾ ആതിഫ് പറഞ്ഞു ബ്രോ ഒരു 1 വീക്ക്. അത് കഴിഞ്ഞ് പറഞ്ഞു ആസിഫിന് ചെറിയൊരു ഫീവർ. അത് കഴിഞ്ഞ് ആസിഫ് ഡബ്ബിങ്. അത് ഇങ്ങനെ പറഞ്ഞ് 5 വർഷമാണ് പോകുന്നത്. ഓരോ നിമിഷം നമ്മൾ മാനേജറെ വിളിക്കുന്ന സമയത്ത് നാളെ കേൾക്കാൻ വിളിക്കുന്നുള്ളൊരു പ്രതീക്ഷയോട് പോണ്. നമ്മുടെ പ്രതീക്ഷകളൊക്കെ ഒരു നിസാര സെക്കൻഡ് കൊണ്ട് അതിങ്ങനെയാണ് തള്ളിക്കളിയാണിത്. നമ്മൾക്ക് എത്രയോ വർഷങ്ങളെ കൊണ്ട് നമ്മൾ പ്രതീക്ഷിച്ച ഓരോ സംഭവങ്ങളും എൻ്റെ മാത്രമായിരിക്കില്ല കേട്ടോ, ഒരുപാട് യുവ സംവിധായകന്മാരും തിരക്കഥ എഴുതുന്ന ആളുകളൊക്കെ നേരിടുന്ന പ്രശ്നങ്ങളാണ്. ആസിഫിന് ശേഷം പിന്നെ ഞാൻ ആലോചിച്ചത് പ്രൊഡ്യൂസറെ കാണുകയെന്ന്. ആസിഫിന് ശേഷം ആതിഫിന് ശേഷം എനിക്ക് ആതിഫ് അവിടുന്ന് ആസിഫിൻ്റെ കൂടെ നിന്നും വിരമിച്ചു, അത് മാറി എന്നുള്ള കാര്യം പിന്നീട് വൈകിയാണ് ഞാൻ അറിയുന്നത്. ആസിഫിൻ്റെ കൂടെ ആതിഫ് ഉണ്ടായിട്ടും ഞാൻ ആതിഫിനെ വിളിച്ചുകൊണ്ടിരുന്നു. ആസിഫിൻ്റെ മാനേജർ ആതിഫ് തന്നെയാണെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഞാൻ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും ആതിഫ് എന്താ പറയുന്നറിയോ, അല്ല ബ്രോ ഇപ്പോൾ ആസിഫ് CP സാർ ഒരു പടത്തിലുണ്ട്. ആസിഫിൻ്റെ കൂടെ എല്ലാം ആതിഫ് പറയേണ്ടി എന്നിട്ടും പറയാണ്. അതിനുശേഷം വേറെ വഴിക്ക് ഞാൻ വളഞ്ഞൊരിക്കും. എൻ്റെ പൊന്നു ശ്രീജു, ആസിഫിൻ്റെ മാനേജർ ഇപ്പം നവീനാണ്. ഞാൻ ആതിഫിനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. പോട്ടെ, അത് എന്തോ ആയിക്കൊണ്ട് ഞാൻ ആതിഫിന് കുറ്റം പറയില്ല. എല്ലാവരും ജീവിക്കാൻ വേണ്ടിയുള്ളൂ. ഇതൊക്കെ ആസിഫ് അറിഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല കേട്ടോ. പിന്നെ നവീനിലോട്ട് എത്തുന്നു. നവീൻ കാര്യം പറയുന്നു. നവീൻ കറക്റ്റായിട്ട് ഡീൽ ചെയ്തു. ബ്രോ ഓക്കെ കേൾക്കാമെന്ന് പറഞ്ഞ് നേരെ പനമ്പള്ളി നഗറിലോട്ട് വരുന്നു. പനമ്പള്ളി നഗറിൽ നിന്ന് ഞാനും എൻ്റെ സ്ക്രിപ്റ്ററായിട്ട് നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോളർ, നമ്മുടെ ലൊക്കേഷൻ മാനേജർ ഹംസു, പിന്നെ പ്രൊഡക്ഷൻ കൺട്രോളർ നമ്മുടെ സജി ജോസഫ്, നമ്മുടെ കത്തനാറിൻ്റെ കൺട്രോളർ, എല്ലാവരും പാടെ പനമ്പള്ളി നഗറിൽ ഒരു കോഫി ഷോപ്പിൽ ഇരിക്കുന്നു. വളരെ വൃത്തിയായിട്ട് കഥ പറയുന്ന വകിൽ ഞാനും അതും കൂടി സപ്പോർട്ട് ചെയ്യുന്നു. കഥ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് സ്ക്രിപ്റ്റ് വേണമെന്ന് പറഞ്ഞത്. അല്ല, നമുക്കിത് പിന്നീട് ആലോചിക്കാം. ഇതിൽ വേറെ കാര്യം വെച്ചാൽ അഭിനയിക്കുന്ന ആസിഫലിയാണ് കേട്ടോ. നവീനല്ല അഭിനയിക്കുന്നത്. ഒരു നടനാണ് ശരിക്കും കഥ കേൾക്കേണ്ടത്. ശരിക്കും സിനിമയിൽ ഹീറോ എന്ന് പറയുന്ന സംവിധായകന്മാരാണ്. അത് പല സംവിധായകന്മാർക്കും അത് കിട്ടുന്നില്ല. നടന്മാരെ ഞാൻ അപ്പോൾ കുറ്റം പറഞ്ഞല്ല, സംവിധായകന്മാരെ തിരിച്ചറിയണം എല്ലാവരും. അതാണ് വേണ്ടത്. നവീൻ കഥ കേട്ടിട്ട് സ്ക്രിപ്റ്റ് വേണമെന്ന് പറയും. പിറ്റേ ദിവസം സ്ക്രിപ്റ്റ് കൊടുത്ത്, അല്ല 2 ദിവസം സ്ക്രിപ്റ്റ് കൊടുത്തിട്ട് ഒരാഴ്ച കഴിഞ്ഞു, 10 ദിവസം കഴിഞ്ഞ്, 1 മാസം കഴിഞ്ഞ് ഒരു റിപ്ലൈ ഇല്ല. പിന്നെ റിപ്ലൈ വന്നത് ഞാൻ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പിന്നെ റിപ്ലൈ വന്നത് വാട്സപ്പിലൂടെ ഒരു വോയിസ് മെസ്സേജ്. ഹലോ ബ്രോ, നമുക്ക് തൽക്കാലം ഇത് കൊള്ളത്തില്ലെന്നല്ല, ഞാൻ അത് വായിച്ചു കേട്ടോ, മറ്റേ ശ്രീജു ഭായ്. അത് വായിച്ചിട്ട് അതിൻ്റെ സസ്പെൻസ്, ക്ലൈമാക്സ് ഉള്ള സസ്പെൻസ് ബിഗിനിങ് തന്നെ അറിഞ്ഞു. ഞാൻ പറഞ്ഞു നവീൻ എത്ര സീന് വായിച്ചു? ഞാനൊരു 4-5 സീന് വായിച്ചിരുന്നു. 4-5 സീന് വായിക്കുമ്പോഴേക്കും സ്ക്രിപ്റ്റിനെ വിലയിരുത്തി കഴിഞ്ഞു. മൂപ്പര് ഒഴിവാക്കാനാണ് നിങ്ങൾ അന്ന് തന്നെ പറഞ്ഞാൽ മതി. 5 വർഷം കഴിഞ്ഞിട്ട് കേട്ടിട്ടാണ് ഈ കാര്യം ഉണ്ടാകുന്നത്. 5 വർഷം നമ്മൾ കാത്തു നിൽക്കുകയാണ്, ഒരു തൊഴിലില്ലാതെ. എന്തെങ്കിലും എപ്പോഴെങ്കിലും ഒരു ആഡ് കിട്ടിയാൽ കിട്ടിയെന്നുള്ള ലെവലിൽ നിൽക്കുന്നത്. കാരണം നമ്മുടെ ലക്ഷ്യം സിനിമയാണ്. അതിനുശേഷം നിസ്സാരമായിട്ട് പറയണത് എന്താണ്, നമുക്കിത് മാറ്റി പിടിച്ചാലോ എന്ന്. ആസിഫ് ഒരിക്കലും ഇത് അറിഞ്ഞിട്ടുണ്ടാവില്ല. അറിഞ്ഞാണെങ്കിൽ അത്രയൊക്കെ മോശമൊന്നുമല്ല. ആസിഫ് നല്ല രീതിക്ക് തന്നെ ഡീൽ ചെയ്യുന്ന ഒരാൾ തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ ആസിഫ് നമ്മളിപ്പോൾ ഒരു നടനോട് കഥ പറയുമ്പോൾ സമയത്ത് നമ്മളൊരു വള്ളിയിൽ പറയുമല്ലോ, ഒരു ആശയം പറയുമല്ലോ. ഈ ആശയം പറയുന്നതിന് പകരം ഞാൻ ചെറിയൊരു വീഡിയോ ഉണ്ടാക്കി. ആസിഫിൻ്റെ ഇമേജ് വെച്ച് ഒരു മോഷൻ ലെവലുള്ള ഒരു വോയിസ് ഓവർ ഇട്ടുള്ള ചെറിയൊരു സ്കോറൊക്കെ കൊടുത്തിട്ട് ചെറിയ സാധനം ഉണ്ടാക്കി. അപ്പം ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ രമേശ് എന്നുള്ള ക്യാരക്ടർ, ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇതാണ് എൻ്റെ ക്യാരക്ടർ എന്ന് മനസ്സിലാകാൻ തരത്തില്ല. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്ക് സ്ക്രിപ്റ്റിലിരിക്കും. ആ വീഡിയോ അടക്കം ആസിഫിൻ്റെ വൈഫ് കണ്ടിട്ടുണ്ട് എന്ന് ആര് പറഞ്ഞു? ആസിഫിൻ്റെ സുഹൃത്തായിട്ടുള്ള ആരിഫ് തങ്ങൾ പറഞ്ഞു. ശ്രീജു ഞാൻ വൈഫിന് കാണിച്ചു കൊടുത്ത് കൊള്ളാണ്ടോ എന്ന് പറഞ്ഞു. നമ്മൾ പിന്നെ എന്തെന്ന് യൂട്യൂബിൽ ആസിഫിനോട് ചോദിക്കേണ്ട യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തത് പ്രൈവറ്റ് ആയിട്ടാണ്. ഞാൻ ആർക്ക് അയക്കുന്നു അവർക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ, പബ്ലിക്കായിട്ട് കാണാൻ പറ്റില്ല. അങ്ങനെ ഒരു സെറ്റിങ്സിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ വലിയൊരു ഫയൽ ആവണ്ടെന്ന് പറഞ്ഞിട്ട്. എന്നിട്ടും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഈ നവീൻ എന്താ എങ്ങനെ കാണിച്ചത്? എന്നിട്ട് ഞാൻ നവീനായിട്ട് ഞാൻ വഴക്കുണ്ടാക്കി കേട്ടോ. അതുള്ള കാര്യം പറയാം. നവീനെ വലിപ്പിച്ച ശേഷം ഞാൻ നവീനെ ഒരു വൈകുന്നേരം ആകുമ്പോൾ വിളിച്ചിട്ട് നല്ല കണക്കിന് ഞാൻ സംസാരിച്ചു. നവീനും അതുപോലെ വൃത്തിയായിട്ട് അതിന് റെക്കോർഡ് ചെയ്തിട്ട് എന്നെ കൺട്രോളർ ആൾക്ക് അയച്ചു കൊടുത്തു. ശ്രീജു ഇങ്ങനെയാണ്, നെഗറ്റീവ് അടിച്ചില്ലേ? 5 വർഷം വെയിറ്റ് നമ്മൾ അങ്ങനെ ആ പ്രൊജക്റ്റ് എനിക്ക് നെഗറ്റീവ് മാർക്കാണ് വരുന്നത്. ഇതുപോലെ എന്തോരോ ആളുകൾക്ക് ഉണ്ടാകുമെന്ന് എനിക്കില്ല. ഇവന്മാരിങ്ങനെ ചെയ്യണം.
അത് ആരുടെ ഭാഗ്യം എന്ന് എനിക്ക് അറിഞ്ഞില്ല. കാരണം അത് ഞാൻ ചെയ്തിട്ടുള്ള ഷോർട്ട് ഫിലിംസിലാണെങ്കിലും ആൽബംസിലാണെങ്കിലും എല്ലാത്തിലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ആർട്ട് ഫിലിമിലെല്ലാം മ്യൂസിക് ഞാൻ തന്നെ ചെയ്യണത്. ആ ഒരു അനുഭവത്തിൻ്റെ പുറത്ത് എൻ്റെ ഒരു സുഹൃത്താണ് DOP ആയിട്ടുള്ള ലോവൽ ഇത് ഭയങ്കര ഇഷ്ടം. കാരണം ഞാൻ എൻ്റെ പല ആഡുകളും ക്യാമറ DOP ചെയ്ത് ലോവലാണ്. അപ്പോൾ മച്ചാൻ ഇങ്ങനെ ഒരു അവസരമുണ്ട്. ധ്യാൻ ശ്രീനിവാസിൻ്റെ പടമാണ്. പുതിയ സംഗീത സംവിധായകർക്ക് ഒരു അവസരമുണ്ട്. സിറ്റുവേഷൻ പറഞ്ഞ് നിൻ്റെ പാട്ട് ഓക്കെ ആണെങ്കിൽ ചിലപ്പോൾ കേൾക്കും, ഓക്കെ അല്ലെങ്കിൽ നീ എന്നെ കുറ്റം പറയില്ലെന്ന് പറയും. അങ്ങനെ ഒരു സംഭവം പറഞ്ഞ് ഞാൻ കോട്ടയത്ത് പോയി അതിൻ്റെ ഡയറക്ടർ SP മഹേഷിനെ കണ്ടു, അതിൻ്റെ പ്രൊഡ്യൂസർ മനി സാറെ കണ്ടു. കഥ പറഞ്ഞ ശേഷം എനിക്ക് ഒരു 2-3 ദിവസം സമയമെടുത്തു. സ്റ്റേജ് ഒരാഴ്ച വേണം സമയമെടുത്ത്. ഞാൻ 2-3 ദിവസത്തിലൊക്കെ ചെറിയൊരു സാധനം കമ്പോസ് ചെയ്ത് അയച്ചു കൊടുത്ത് ഡെവലപ്പ് ചെയ്യാൻ പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞാൽ ഡെവലപ്പ് ചെയ്യാൻ പറഞ്ഞു. ആ സിനിമയ്ക്കകത്ത് 3 പാട്ടാണുള്ളത്. അതിന് 3 പാട്ടുമാർക്ക് ഓക്കെയാണ്. പക്ഷേ ഒരു പാട്ടേ ഷൂട്ട് ചെയ്ത് പുറത്ത് വന്നിട്ടുള്ളൂ. ആ പാട്ടാണ് ചെമ്പരന്തേ എന്നുള്ളൊരു പാട്ട്. MG ശ്രീകുമാറും റിമി ടോമിയും കൂടി പാടിയത്. കുടുംബശ്രീയും കുഞ്ഞാട് എന്ന സിനിമയ്ക്കകത്ത് ആ പാട്ട് വലിയ രീതിയിൽ തന്നെ സിനിമയ്ക്കും ആ പാട്ടിന് എനിക്ക് റീച്ച് ആയിരുന്നത് ദൈവത്തിൻ്റെ ഒരു ഭാഗ്യം, എൻ്റെ അമ്മ ചെയ്തിട്ടുള്ള പുണ്യം എന്നൊക്കെ പറയാം. അങ്ങനെ ഒരു പ്രൊഫൈൽ എനിക്ക് ഉണ്ടായി. എല്ലാവരും നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു അതിനകത്ത്. സിനിമ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഇങ്ങനെ കുറേ ചിങ്കടികൾ ഉണ്ടെങ്കിൽ എനിക്കെന്ന് മാത്രമല്ല ആർക്കും സിനിമ ചെയ്യാൻ പറ്റില്ല. എൻ്റെ അച്ഛൻ ശ്രീനിവാസനും എൻ്റെ അച്ഛൻ സിനിമാക്കാരനോ ഇല്ലെങ്കിൽ എൻ്റെ മാമ സിനിമാക്കാരനോ ഒന്നുമല്ല. ഞാൻ പറഞ്ഞ പോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ അഴിമതിയില്ലാത്ത 2 മേഖല കലയും കായിക്കും. ഇവിടെ ലോബി ഉണ്ടാക്കി കഴിഞ്ഞാൽ എങ്ങനെയുടെ ഇതൊക്കെ എങ്ങനെ ഇത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതിനൊക്കെ എന്തെങ്കിലും ഒരു അറുതി ഉണ്ടാക്കും. സുരേഷ് ഗോപി സാറ് മന്ത്രി നിൽക്കുന്നുണ്ട്. ഞാൻ സാറെ കൊണ്ട് ഞാൻ പറയുന്നത്, സാറിനോട് ഞാൻ എൻ്റെ റിക്വസ്റ്റ് സുരേഷ് സാറ്, കാരണം വെച്ചാൽ ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. കഴിവുള്ളവരെ പ്രൊമോട്ട് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇങ്ങനെയുള്ള ചെറിയ ലൊക്കേഷൻ മാനേജർ, പ്രൊജക്ട് ഡിസൈനർമാർ, കോർഡിനേറ്റർമാർ, കുറേ സാധനങ്ങൾ ഇങ്ങനെ പുഴുവരിച്ച് നിൽക്കുന്നുണ്ട്. ഇവർ ഇവരുടെ വാക്കുകളാണ് പലരും കേൾക്കുന്നത്. നല്ലൊരു പ്രൊഡ്യൂസർ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പറയട്ടെ, നല്ലൊരു പ്രൊഡ്യൂസർ ഉണ്ടെന്ന് പറഞ്ഞാൽ വിശ്വാസത്തോടെ തന്നു കഴിഞ്ഞാൽ നമ്മൾ വൃത്തിയായി ചെയ്തു കൊടുക്കുക. കാരണം എൻ്റെ ഞാൻ പാട്ട് ചെയ്തിട്ടുള്ള ആ സിനിമയ്ക്കകത്ത് പാട്ടാണ് ബിസിനസ് ആയിരിക്കുന്നത്. ഇത് പറയാൻ കാരണം വെച്ചാൽ ഞാൻ തന്നെ പ്രൊമോട്ട് ചെയ്യുന്നത്. വേറെ ആരും എനിക്കൊരു മാനേജറോ ഇല്ലെങ്കിൽ കൺട്രോളറോ അങ്ങനെ ആരുമില്ല. അതിൻ്റെ ആവശ്യമില്ല. അത്രമാത്രം വലിയവനൊന്നുമില്ല ഞാൻ. നമ്മൾ സാധാരണക്കാരനാണ്. തിരുത്തലുകൾ വേണം, സപ്പോർട്ട് ചെയ്യണം, എല്ലാവരും സഹകരിക്കണം. അപ്പോൾ അല്ലാണ്ട് വേറെ എന്താ ഞാൻ പറയുന്നത്? പെമ്പിളേർക്ക് മാത്രമല്ല ഈ വിഷമം. നമ്മളെല്ലാവരും ആമ്പിളരാണ്. നമ്മുടെ വിഷമം ആരോട് പറയും?